എന്തായാലും ഇനിയും ഞാൻ എന്റെ ഭാര്യയെ കെട്ടിക്കാനും വേണ്ടി താല്പര്യപ്പെടുന്നില്ല. കിട്ടിയാ ഊട്ടിന്ന് വിചാരിച്ചോണ്ട് ഇവള് പോയ അടുത്ത ഞാനും ഈ അടുത്ത പ്രൊഫൈലിൽ നോക്കാന്ന്. ഇതെനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വന്നേക്കുന്നത് എന്റെ ഫോട്ടോ തന്നെയാണ്, റാന്നി സ്വദേശി എന്ന് പറഞ്ഞിട്ട്. ലേഡീസിനോട് എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നൊരു പോലെ, നിങ്ങൾ എന്തിനാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചത്? നമ്മളോടൊപ്പം കുടുംബം നിന്നില്ലായിരുന്നെങ്കിൽ നീ ഈ ഫോട്ടോ ആർക്കാണ് അയച്ചു കൊടുത്തത്? ഫസ്റ്റ് കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാനോ അങ്ങനെ കേട്ടോ? അത് ശരിക്കും പറഞ്ഞാല് ഞാൻ പോലും അറിയാതെ എൻ്റെ ഒരു കല്യാണാലോചന വന്നതാ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിന്റെ, ഒരു മാധ്യമ സുഹൃത്തിന്റെ ബ്രദറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച മനോരമ ക്ലാസിഫൈഡ്സിൽ ഒരു പരസ്യം കൊടുത്തിരുന്നു. അപ്പൊ ആ പരസ്യത്തിൽ അവരവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിരുന്നു. അപ്പൊ ആ കോണ്ടാക്ട് നമ്പറിലോട്ട് ഒരു നമ്പർ വന്നു, ഒരു കോൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കസ്റ്റഡിയിൽ കുറെ പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി പറയാന്ന് പറഞ്ഞു. അവര് പറഞ്ഞു ഓക്കെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അയച്ചു കൊടുത്തതിൽ ഒന്നാമത്തെ ഫോട്ടോ എൻ്റെ ആയിരുന്നു. എന്റെ ഫോട്ടോയ്ക്കകത്ത് അവർ കൊടുത്തിരുന്നത് ചെങ്ങന്നൂർ സ്വദേശിയാണ്, 28 വയസ്സുണ്ട്, പിന്നെ എന്താ പറയുന്നത് രോഹിണി നക്ഷത്രം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ വ്യാജ പ്രൊഫൈലൊക്കെ കൊടുത്തു. അപ്പൊ ഇത് കണ്ടിട്ട് ആള് ആദ്യം അത് ശ്രദ്ധിച്ചില്ല. എന്റെ ഫോട്ടോ ഒരു ചെറിയൊരു വ്യത്യാസം പോലെ തോന്നിയതുകൊണ്ട് ആദ്യം അത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, 1000 രൂപ ഗൂഗിൾ പേ ചെയ്താൽ ഇവരുടെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തരാം, അത് ഡീറ്റെയിൽസ് തരാം. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കാതെ ഒരു 1000 രൂപ, അത് വേറൊരു നമ്പറാ, ഗൂഗിൾ പേക്ക് വേണ്ടി സഹോദരിയുടെ നമ്പറാണെന്ന് പറഞ്ഞ ഒരു ഗീതാരാജൻ എന്ന് പറയുന്ന ഒരാളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു. അപ്പൊ അതിനകത്തോട്ട് തന്നെ ഇദ്ദേഹം ഒരു 1000 രൂപ സെൻഡ് ചെയ്തിട്ട് പിന്നെ ആ നമ്പറിൽ വിളിച്ചപ്പം രക്ഷയില്ല. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഫേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഫോട്ടോകൾ ഒന്നുകൂടെ പരിശോധിച്ചപ്പം അതിലൊന്ന് എന്നെ കണ്ടു മറക്കുന്നു. പുള്ളി ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ മറ്റൊരാളെ എന്നെ വിളിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു. മറ്റൊരാൾക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു ഇത് രേഖയാണോ എന്നൊന്ന് കൺഫേം ചെയ്യാം. അപ്പൊ ആ ആൾ എന്നെ വീണ്ടും മറ്റേ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, രേഖ ഞാൻ ഒരു ഫോട്ടോ അയക്കുന്ന ഒന്ന് കൺഫേം ചെയ്യാം. ജസ്റ്റ് എനിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ തന്നെ ചേട്ടൻ ഫോട്ടോ ആണല്ലോ, എന്ത് ചേട്ടൻ എന്തിനാ എന്റെ ഫോട്ടോയും കൊണ്ട് നടക്കുന്നത് ചോദിച്ചപ്പോഴാണ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വായിക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ നേരെ പത്തനംതിട്ട സ്റ്റേഷനിൽ പോയി ഒരു റിട്ടേൺ കംപ്ലൈന്റ് ചെയ്തു. റിട്ടേൺ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇതെനിക്കൊരു തമാശയായിട്ടാണ് തോന്നിയത്. എല്ലാവരും കേട്ടവരൊക്കെ ഇത് ചിരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതെന്താ ഇതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ നമ്പറിലോട്ട്, ഇദ്ദേഹത്തിന് കോൾ വന്നു എന്ന് പറഞ്ഞ നമ്പറിലോട്ട് ഞാൻ ഒരു വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചു. എന്നിട്ട് എൻ്റെ ഒരു ബ്രദറിന്റെ മാരേജ് പ്രപ്പോസലിന്റെ എൻക്വയറി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന്റെ ഒരു ഫോട്ടോയും ഗ്രഹനിലയും കിട്ടിയ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ, കാരണം അവനും കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചാൽ പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ടും അത് അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം ഫോട്ടോകൾ വന്നു തുടങ്ങി. ഫസ്റ്റ് ഫോട്ടോ ഐശ്വര്യമായിട്ട് എൻ്റെത് തന്നെ വന്നു. വളശ്ശേരിക്കര സ്വദേശിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ തന്നെ വന്നു. അപ്പൊ ഞാൻ വീണ്ടും ഇത് സ്റ്റേഷനിൽ ഇതിന്റെ സ്ക്രീൻ എല്ലാം കാണിച്ചു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് ഇത് ചാറ്റ് ചെയ്തേ. അപ്പൊ ഞാൻ സാറിനെയൊക്കെ കാണിച്ചു. അപ്പൊ അവരെല്ലാരും ഇരുന്ന് ഇതൊരു കൂട്ടച്ചിരിയായിരുന്നു. സത്യം ഇത് ഒരാൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് നമുക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാൾ വിളിച്ചു, എന്റെ സുഹൃത്ത് തന്നെ മറ്റൊരാൾ വിളിച്ചപ്പോഴും ഇതേ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു കോക്കസ് പോലെ വർക്ക് ചെയ്യുക. ഈ സെയിം ഗൂഗിൾ പേ നമ്പറാണ്, വിളിക്കുന്ന ഒരാൾ, മെസ്സേജ് അയക്കുന്ന വേറൊരാള്, ഗൂഗിൾ പേ വേറൊരാള്, ഡയറക്റ്റ് കാശ് മേടിക്കുന്ന വേറൊരാൾ, അങ്ങനെ ഇത് കുറെ പേരുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ഈ വാട്സപ്പ് നമ്പർ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്നറിയാൻ തപ്പി ചെന്നപ്പോൾ അടൂരുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പിനകത്ത് ഈ നമ്പർ ഉണ്ടെന്ന് കണ്ടു. പിന്നെ അതിന്റെ അഡ്മിനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് പറഞ്ഞ് പറക്കോട് സ്കൂളിനടുത്താണ് ഇവർ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 4 മണിയായപ്പോൾ വീണ്ടും അവരെ തിരക്കിപ്പോയി. അവിടെ ചെന്ന് അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തി പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ അവരെ ഇപ്പോ റിമാൻഡിലാണ്, കൊട്ടാരക്കര സബ് ജയിലിലാണ്. പക്ഷെ തീർച്ചയായിട്ടും, പക്ഷെ ഇതിനകത്ത് പ്രധാന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി ഇതുവരെ അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല. തോമസ് എന്ന് പറയുന്ന എറണാകുളം സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത്. 2-3 ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പോലും മേളിലൊരു സിന്ദൂരപ്പൊട്ട് ഇട്ടിട്ടുണ്ട്. അത് അവർ ബ്ലർ ചെയ്തിട്ടാണ് ആ ഫോട്ടോകൾ അയച്ചു കൊടുത്തേക്കുന്നത്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാത്ത വിധത്തില്. പിന്നെ സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. പക്ഷെ ഇതൊരു എന്താ പറയുന്നത്, ഒരുപാട് പേർക്ക് ഇത് പറ്റിയിട്ടുണ്ടായിരിക്കും. 1000 രൂപ പോകുന്നവര് 1000 അല്ലേ പോയത്, നാണം കേട് നമ്മളെ കളിയാക്കി ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആരും അനങ്ങത്തില്ല. അതുപോലെ ഈ ലേഡീസിന്റെ ഫോട്ടോ വരുമ്പോൾ ലേഡീസിനോട് എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നൊരു പോലെ, നിങ്ങൾ എന്തിനാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് പേടിച്ച് പലരും ഇത് ഒതുക്കും. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 15 കൊല്ലമായി, 2 കുട്ടികളും ഉണ്ട്. ഇനി ആളോട് ചോദിച്ചോ കല്യാണം കഴിച്ചു വിടുകയാണോ? താല്പര്യമില്ല. പിന്നെ ഇവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അത് കൊള്ളാം. എനിക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബൂമറാങ് പോലെ എനിക്ക് കടിച്ചു വിടുവോ? ഇനി എന്റെ വയസ്സിൽ എന്തെങ്കിലും വീണിട്ട് കിട്ടിയാ ഊട്ടിന്ന് വിചാരിച്ചോണ്ട് ഇവള് പോയ ഞാനും ഈ അടുത്ത പ്രൊഫൈലിൽ നോക്കാന്ന് ആ പ്രൊഫൈൽ നമ്പർ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനൊന്നും രക്ഷപ്പെടണ്ട.
മാക്സിമം അനുഭവിപ്പിച്ചിട്ട് വിടത്തുള്ളൂ. ഇപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് ആളുകൾ ഇതിന്റെ അകത്ത് പെടുന്നുണ്ട് അല്ലേ? ഉണ്ട്. എനിക്ക് ശരിക്കും ഈ ഒരു ഞാനിപ്പോ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതെനിക്കൊരു സൈബർ അറ്റാക്ക് ആയിട്ട് തന്നെ വന്നേനെ. ഞാനിത് ചെയ്തതാണെന്ന് വരെ വന്നതിന്. ഒരു പക്ഷെ നമ്മളോടൊപ്പം കുടുംബം നിന്നില്ലായിരുന്നെങ്കിൽ നീ ഈ ഫോട്ടോ ആർക്കാണ് അയച്ചു കൊടുത്തത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്തോ വാട്സപ്പിൽ നിന്ന് എടുത്തോ ഗൂഗിൾ മറ്റുള്ളവരിൽ നിന്ന് എടുത്തോ എന്നല്ല ചോദിക്കുന്നത്. നീ ഇത് ആർക്കാണ് അങ്ങനെയും തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുണ്ട്. എന്നിട്ടും ചോദിച്ചു ഈ അറിയാവുന്ന ആൾക്കാർ വരെ നമ്മളോട് ചോദിച്ചു ഈ ഫോട്ടോ എങ്ങനെ അവരുടെ കയ്യിലെത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല. ആദ്യം ഫസ്റ്റ് അവർ ചിന്തിക്കുന്നത് നീ അയച്ചു കൊടുത്തതാണോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു പേരുദോഷം വന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പ്രതികരിക്കാൻ തയ്യാറത്. 3 എണ്ണമാണ് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. 3 പ്രൊഫൈലായിരിക്കും. അതിനകത്തൊന്ന് പ്രിഫർ ചെയ്യാൻ പറയും. അത്യാവശ്യം എവിടുന്നേലും ഒരെണ്ണം കിട്ടുന്നതായിരിക്കാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ വീട്ടുകാരൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഉണ്ട്, 2 പെൺകുട്ടികളും ഉണ്ട്. എന്നെ അറിയാവുന്ന എന്നെ കുറിച്ച് അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. 2 പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഇളയ കുട്ടിയാണെന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ എന്റെ വീട്ടിലെ മൂത്ത കുട്ടിയാ. ഏകദേശം കാര്യങ്ങളൊക്കെ അടുത്ത് വന്നിട്ടും ഉണ്ടായിരുന്നു. പിന്നെ വില്ലേജ് ഓഫീസിലെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, നിങ്ങൾ ആലോചിച്ചോളൂ, ധൈര്യമായിട്ട് ആലോചിച്ചോളാം. എന്താ വെച്ചാൽ എന്റെ ബ്രദറിനെ എന്നെ തന്നെ ആലോചിച്ചോളാൻ പറയുക. ഇതാണ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തത്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തപ്പോഴേ എനിക്ക് കണ്ടില്ലേ ഫസ്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെ എഴുതിയേക്കുന്നത്? റാന്നി സ്വദേശി, 31 വയസ്സുണ്ട്, 160, ഈഴവ ഗേളാണ്, മിഡിൽ ക്ലാസ് ഫാമിലി, BSc മാത്സ് പഠിച്ചാണ്, വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർ തന്നേക്കുന്നത്. അതേപോലെ മറ്റു പെൺകുട്ടികളുടെ ഉണ്ട്. ഇത് പുനലൂർ സ്വദേശി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അടുത്ത് ഏഴംകുളം സ്വദേശി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് പോലും നമുക്കറിയില്ല. ഇതെനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടോ ഒന്നും ചോദിക്കത്തില്ല, ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞപ്പോൾ അവരാണെങ്കിൽ ഒരു ഗൂഗിൾ പേ നമ്പർ തന്നു. ബിന്ദുരാജൻ എന്ന് പറയുന്ന ഒരാളുടെ ഗൂഗിൾ പേ നമ്പറാണ്. ഇതെന്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. 1500 കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ അന്നേരം എടുത്തു ചോദിച്ചിട്ടുണ്ട് 1500 അല്ലേന്ന്. എസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അന്നേരം ഒരു ഫെയിൽഡ് ആയിട്ടുള്ളത് അയച്ചു കൊടുത്തു. ഈ ബിന്ദുരാജന്റെ ഫെയിൽഡ് ആയിട്ടുള്ളൊരു ഇത് അയച്ചു കൊടുത്തപ്പോ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോ കിട്ടിയില്ല. പിന്നെ പേരൊക്കെ ചോദിച്ചപ്പോ രേഷ്മ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കണ്ടില്ലേ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ കേസ് കൊടുത്തതിന്റെ ഒരു FIR ഒക്കെ ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. 1-ാം പ്രതി ഇതുവരെയും കിട്ടിയിട്ടില്ല. 1-ാം പ്രതിയുടെ ഫോൺ ഇന്നലെ വരെ സ്വിച്ച് ഓൺ ആയിരുന്നു. വാട്സപ്പ് സ്റ്റാറ്റസുകൾ മാറ്റുന്നുണ്ടായിരുന്നു. വാട്സപ്പിൽ എല്ലാവർക്കും ഫോട്ടോകൾ പിന്നെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഫോണിൽ നിന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 1-ാം പ്രതി ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഡീറ്റെയിൽസ് പോലും എടുത്തിട്ടില്ല. ഈ മറ്റേ 2-ാം പ്രതിയും 3-ാം പ്രതിയും പറഞ്ഞ എറണാകുളം സ്വദേശി എന്ന് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. എറണാകുളം സ്വദേശി തോമസ് എന്ന് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ.